ചെറിയ സ്ഥാനങ്ങളുള്ള സ്ത്രീകളിൽ അതിൻ്റെ വലിപ്പം കൂട്ടിയെടുക്കാനുള്ള പ്ലാസ്റ്റിക് സർജറിയാണ് ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ സർജറി. ഇത് 2 രീതിയിൽ ചെയ്യാം. ഒന്നാമത്തേത് ഫാറ്റ് ട്രാൻസ്ഫർ വഴി. വയറ്റിൽ നിന്നോ തുടയിൽ നിന്നോ അധികമുള്ള കൊഴുപ്പെടുത്ത് അത് ബ്രസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് ഒന്നാമത്തേത്. ഒരു കപ്പ് സൈസ് ഒക്കെ വലിപ്പം കൂട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ ഈ രീതി തിരഞ്ഞെടുക്കാവുന്നതാണ്. രണ്ടാമത്തേത് സിലിക്കോൺ ഇംപ്ലാന്റ്സ് ഉപയോഗിച്ചുള്ള രീതിയാണ്. പല വലിപ്പത്തിലുള്ള ഇംപ്ലാന്റ്സ് ഇന്ന് ലഭ്യമാണ്. ഇതുപയോഗിച്ച് ബ്രസ്റ്റിൻ്റെ സൈസ് ആളുടെ താല്പര്യം അനുസരിച്ച് കൂട്ടിയെടുക്കാവുന്നതാണ്. എങ്ങനെയാണ് ഈ സർജറി ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ബ്രസ്റ്റിൻ്റെ താഴെയായി ഒരു പോക്കറ്റ് ഉണ്ടാക്കി സിലിക്കോൺ ഇംപ്ലാന്റ് അകത്തോട്ട് കയറ്റി വയ്ക്കുന്നതാണ് ഈ സർജറി. തൊട്ടാൽ വളരെ സോഫ്റ്റ് ആണെങ്കിലും നല്ല ബലമുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഇംപ്ലാന്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇംപ്ലാന്റ്സ് അകത്തിരുന്നാൽ അത് ബ്രസ്റ്റിൽ നിന്ന് വേർതിരിച്ചറിയാൻ പറ്റില്ല. ബ്രസ്റ്റിൻ്റെ താഴെയായി ഒരു മുറിവുണ്ടാക്കി അതുവഴി ഇംപ്ലാന്റ് അകത്തോട്ട് കയറ്റി വിടുന്നതാണ് സർജറി. സർജറിക്ക് മുമ്പായി ആളെ നിർത്തി മാർക്ക് ചെയ്യുന്നു. അനസ്തീഷ്യ തന്നു ബോധം കെടുത്തിയാണ് ഈ സർജറി ചെയ്യുന്നത്. ബ്രസ്റ്റിൻ്റെ താഴെയായി ഒരു മുറിവ് ഉണ്ടാക്കിയതിന് ശേഷം ഇംപ്ലാന്റ് വയ്ക്കാൻ വേണ്ടി ഒരു പോക്കറ്റ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ പോക്കറ്റിലോട്ട് ഇംപ്ലാന്റ് കയറ്റി വിടുന്നു. 2 സൈഡിലും ഇതുപോലെ ചെയ്യുന്നു. സർജറിക്ക് വേണ്ടി ഉണ്ടാക്കിയ മുറിവ് തുന്നലിട്ട് അടയ്ക്കുന്നതാണ്. ഹോസ്പിറ്റലിൽ 1-2 ദിവസം അഡ്മിറ്റ് ആവേണ്ടതായി വരാം. കുറച്ച് നാളത്തേക്ക് കുറച്ച് ടൈറ്റായിട്ടുള്ള ബ്രാ യൂസ് ചെയ്യേണ്ടി വരും. സാധാരണയായി അലിഞ്ഞു പോകുന്ന തുന്നലുകളാണ് ഉപയോഗിക്കാറ്. സർജറി കഴിഞ്ഞു കുറച്ച് ദിവസത്തേക്ക് ബ്രസ്റ്റിനോട് ചേർന്ന് ചെറിയ നീരുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത ഒരു സർജറിയാണിത്. ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ സർജറിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്